നമ്മൾ പോകുന്നത് കോതമംഗലത്തേക്കാണ്. അതായത് കുറച്ച് പ്രദേശങ്ങൾ കാട്ടാനകളുടെ പിടിയിലായി എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത്തരത്തിലുള്ള കുറച്ച് പ്രദേശങ്ങളാണ് കോതമംഗലം താലൂക്കിലുള്ളത്. ആനകളുടെ സാന്നിധ്യം മൂലം ഉള്ള ഭൂമിയും വീടും ഉപേക്ഷിച്ച് നാട് വിടേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ കുടുംബങ്ങൾ കഴിയുന്നത്. ഒപ്പം തന്നെ പലപ്പോഴും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞാണ് ഇവർക്ക് അർഹമായ നഷ്ടപരിഹാരം പോലും സർക്കാരിൽ നിന്ന് അന്യമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ റിപ്പോർട്ട് കാണാം. കോതമംഗലം താലൂക്കിൽ കാട്ടാനകൾ നാശം വിതയ്ക്കുന്നത് മൂലം കടുത്ത പ്രയാസത്തിലാണ് കുടുംബങ്ങൾ. ആനശല്യം ഏറ്റവും കൂടുതൽ കുട്ടമ്പുഴയിലാണ്. കാടിറങ്ങുന്ന വന്യമൃഗങ്ങളെ പേടിച്ച് നിരവധി കുടുംബങ്ങളാണ് പതിറ്റാണ്ടുകാലം പണിയെടുത്ത് സമ്പാദിച്ചതെല്ലാം ഉപേക്ഷിച്ച് നാടുവിടുന്നത്. സാങ്കേതിക കാരണങ്ങൾ നിരത്തി അർഹമായ നഷ്ടപരിഹാരം പോലും ഇവർക്ക് നിഷേധിക്കപ്പെടുകയാണ്. വടക്കേ മണികണ്ഠൻചാലിൽ വീടുകൾ പൂർണ്ണമായി കാട്ടാനകൾ തകർത്തതിനെ തുടർന്ന് 6 മാസത്തിനിടെ 4 കുടുംബങ്ങളാണ് ഇവിടെ നിന്നും ജീവനും കൊണ്ട് രക്ഷപ്പെട്ടത്. പ്രദേശവാസികളായ വിൽസൺ, ശ്രീധരൻ, സാബു, സുശീലൻ എന്നിവർക്കാണ് വീടുകൾ നഷ്ടമായത്. വന്യമൃഗശല്യം മൂലം വാരിയം, ഉറിയംപെട്ടി തുടങ്ങിയ ആദിവാസി മേഖലകളിൽ നിന്ന് 100-ലധികം കുടുംബങ്ങളാണ് പലപ്പോഴായി കുടിയൊഴിഞ്ഞ് പന്തപ്രയിൽ താമസമാക്കിയത്. ഇവരുടെ പുനരധിവാസം ഇനിയും പൂർണ്ണമായിട്ടില്ല. ഈ വന്യമൃഗശല്യം ഇപ്പോൾ റവന്യൂ ഭൂമിയിൽ വനത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് 22-23 കിലോമീറ്റർ അപ്പുറത്ത് വരെ പോയി വന്യമൃഗങ്ങൾ ജനങ്ങളെ കൊല്ലുന്ന ഒരു സാഹചര്യമാണ് നിൽക്കുന്നത്. ഇതിനൊന്നും ഒരു തടയിടാനായിട്ട് സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്. വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ തുച്ഛമായ ഒരു കോമ്പൻസേഷൻ, അതായത് കോമ്പൻസേഷൻ ഒന്നും പറയാൻ കഴിയത്തില്ല, അത്ര നിസ്സാരമായ ഒരു എമൗണ്ട് കൊടുത്തിട്ടാണ് കർഷകരെ വീണ്ടും ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. പതിറ്റാണ്ടുകളായി കൃഷി ചെയ്ത് ഉപജീവനം നടത്തിയിരുന്ന തങ്ങൾക്ക് കൂലിപ്പണി പോലും ലഭിക്കാത്ത അവസ്ഥയാണെന്നാണ് കർഷകർ പറയുന്നത്. ഈ ആന കളഞ്ഞ തെങ്ങുകൾ, കവുങ്ങുകൾ, റബ്ബർ ഇതെല്ലാം ഇങ്ങനെ നടക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് 10 പൈസ തരാതെ ഇവിടുന്ന് കുടിയിറക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യമല്ലാതെ വേറൊന്നുമില്ല ഗവൺമെന്റ് വാദം. ആരോട് പറഞ്ഞാലും നിങ്ങൾ ഇവിടെ താമസിക്കേണ്ട, നിങ്ങൾ ഇറങ്ങിപ്പോകും, നിങ്ങൾക്ക് ഇവിടെ യാതൊരു അധികാരവും ഇല്ല, നിങ്ങൾക്ക് പട്ടയമില്ല, നിങ്ങൾക്ക് കുടിയുടെ അവകാശം പോലും ഇല്ല, ഇതാണെന്നാണ് ഇവിടെ പറയുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ 40-50 വർഷത്തോളമായി ഞാനിവിടെ വന്ന് താമസിക്കുന്നത്. അന്ന് പോലും ഇവിടെ ആനയുടെ ശല്യവും കാട്ടുമൃഗങ്ങളുടെ ശല്യവും ഇല്ലായിരുന്നു. വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള കാരണങ്ങൾ കൊണ്ട് കൃഷി അന്യം നിന്നു പോകുമെന്ന് ഇവിടുത്തെ കർഷകർ പറയുന്നു. ഭരിക്കുന്നവരുടെ ഇച്ഛാശക്തി ഇല്ലായ്മയാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് കിഫ ജില്ലാ പ്രസിഡന്റ് സിജുമോൻ ഫ്രാൻസിസ് പറയുന്നു. ഫെൻസിംഗ് ഇടുന്നത് വനത്തിന്റെ ചേർന്ന്, ആനകൾ നിൽക്കുന്നത് നാട്ടിലെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കൃഷിയിടങ്ങളിൽ. ആനകൾ വന്ന് കൃഷിയെയും മനുഷ്യ ജീവനെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെൻസിങ് പുറകിലിട്ടാൽ ഈ വന്ന ആനകൾ എവിടെ നിൽക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഈ ആനകളെയെല്ലാം പിടിച്ച് മയക്കുവടി വച്ച് പിടിച്ച് അതിനെ അരിക്കൊമ്പനെ കൊണ്ടുപോയതുപോലെ ഉൾക്കാടുകളിലേക്ക് വിടുകയോ പരിശീലന കേന്ദ്രത്തിൽ അതിനെ വിടുകയോ ചെയ്യാതെ ജനങ്ങളുടെ ഭീതി അകലില്ല. വന്യമൃഗശല്യം ശാശ്വതമായി പരിഹരിക്കുന്നതിനുള്ള ഫലപ്രദമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് ആന്റണി ജോൺ MLA പറയുന്നത്. ഒരു കാർഷിക മേഖല ആയതുകൊണ്ട് തന്നെ വ്യാപകമായി കൃഷിനാശം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർഷകർക്ക് ആവശ്യമായ ധനസഹായം ലഭ്യമാക്കണമെന്നുള്ളതാണ് MLA എന്നുള്ള നിലയിൽ നമ്മൾ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിലെല്ലാം അത്തരം കാര്യങ്ങൾ പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും ഫണ്ടിൻ്റെ ഒരു അപര്യാപ്തതയാണ് അതിന് നമ്മൾ ആഗ്രഹിക്കുന്ന വേഗത്തിൽ ആ പ്രവർത്തനം പൂർത്തീകരിക്കാനൊരു പ്രശ്നമായി നിൽക്കുന്നത്. കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരമെങ്കിലും ലഭ്യമാക്കാൻ അടിയന്തര ഇടപെടലാണ് വേണ്ടത്. ന്യൂസ് 18 കോതമംഗലം.